إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين ഏറെ ആദരിക്കുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി ഉൾക്കൊണ്ടും പ്രാവർത്തികമാക്കിയും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമദാനിന്റെ 2 പത്തുകൾ ഏകദേശം അവസാനിക്കാൻ ഇരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. നന്മകളിൽ മത്സരിക്കുവാനും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുവാനും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ അതിന്റെ പരിശ്രമത്തിലാണ്. എന്നിരുന്നാലും പഴയ തിരക്കും പഴയ സ്വഭാവവും ഒക്കെ വെച്ച് ചില ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ആ തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പല ആളുകളും ആ കാര്യങ്ങളിൽ അശ്രദ്ധരായിരിക്കും. സ്ത്രീകളും സഹോദരിമാരുമെല്ലാം പലപ്പോഴും പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയങ്ങളിൽ വലിയ ഭാഗം അടുക്കളയിലും മറ്റുമൊക്കെയായി, പർച്ചേസിലും മറ്റുമൊക്കെയായി തീർക്കുന്ന തിരക്കിലാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമയങ്ങളിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇംറാനിൽ 133-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് കടന്നുവരും.
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുവിൻ. അർളുഹസ് സമാവാതു വൽ അർദ്, അതിന്റെ വലുപ്പം ആകാശങ്ങളുടെയും ഭൂമിയുടെയും വലുപ്പമാണ്. അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തന്മാർക്ക് ഒരുക്കിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക്, അവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന വിശാലമായ സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറാൻ അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാ വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്. സാബിഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും മുൻകടന്നു വരുവിൻ, തള്ളിക്കയറുവിൻ. എല്ലാവരെക്കാളും മുന്നിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന വിചാരത്തോടെ മുൻകടന്നു വരുവിൻ. എല്ലാറ്റിനെയും ഭേദിച്ച് ഭൗതികമായ വിചാരങ്ങളെ, ഭൗതികമായ പ്രവർത്തനങ്ങളെ, ഭൗതികമായ സമയം ചെലവഴിക്കലിനെ എല്ലാറ്റിനെയും ഭേദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക് കടന്നു വരൂ എന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ദിവസങ്ങളാണ്. നന്മകളിലേക്ക് മത്സരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായ പരിശ്രമം നടത്തിയ ദിവസങ്ങളാണ് അവസാനത്തെ 10 കൾ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും നമ്മുടെ നാടുകളിലൊക്കെ ആ ബദരീങ്ങളുടെ ദിവസം എന്ന് പറഞ്ഞ്, ആണ്ടെന്ന് പറഞ്ഞ് വല്ലാതെ ആഘോഷിച്ചു, അല്ലേ? പല ആളുകളും വിചാരിച്ചു, എന്താണ് തകരാറ്? ബദരീങ്ങൾ മരിച്ച ദിവസം, ബദർ കൊണ്ടാടിയ ദിവസം, അതിനെപ്പറ്റി ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി, അത് വിതരണം ചെയ്തു. അതിനുവേണ്ടി വീടുകളിൽ കവർ കൊടുത്തു, അവരുടെ പൈസ വാങ്ങി, എന്നിട്ട് വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു. അവിടുത്തെ എല്ലാ ആളുകളും ഭക്ഷണം കഴിച്ചു. എന്താണ് അതിന് വിമർശിക്കാൻ എന്താണ്? അത്ര വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ആ ഒരു വിഷയം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാധാരണഗതിയിൽ നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ, കേൾക്കണം, ഭക്ഷണം കൊണ്ടുപോയി വെച്ചാൽ, ഉമ്മ എനിക്ക് ആ ബീഫ് വേണ്ട, ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ത് പറയും? എന്നാ പിന്നെ മോൻ ആ കടി കഴിച്ചോളി, ഈ ഓംലേറ്റ് തിന്നോളി, അല്ലെങ്കിൽ ആ പത്തിരി കഴിച്ചോളി. ഇങ്ങനെ എന്ത് ചെയ്യും? അതിനെ വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്യൂല. കഴിഞ്ഞ ദിവസമൊക്കെ എന്താ സംഭവിച്ചെന്നറിയോ? ഉമ്മ എനിക്ക് ആ കറി വേണ്ട, അല്ലെങ്കിൽ ആ ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെന്നാ പറ്റൂല, നിർബന്ധമായിട്ട് ഇത്തിരി തിന്നണം. കാരണം ഇത് ബദരീങ്ങളെ ആണ്ടിനുണ്ടാക്കിയതാണ്. ഒരു നിർബന്ധം, ഒരു സമ്മർദ്ദം വരികയാണ്. എന്താ കാരണം? ബാക്കിയെല്ലാം അല്ലാഹുവിന് വേണ്ടി അറുത്തതായിരുന്നു. ഇത് ബദരീങ്ങൾക്ക് നേർച്ചയാക്കി അറുത്തത് കൊണ്ട് അതിലൊരൽപ്പന്റെ മോന്റെ തൊള്ളയിൽ എത്തിക്കണമെന്ന് ആ ഉമ്മ തീരുമാനിക്കുക, ബാപ്പ തീരുമാനിക്കുക. കാരണം എന്താ? അത് ബദരീങ്ങളെ ആണ്ടിൽ നേർച്ചയാക്കി ഉണ്ടാക്കിയ ആ മാംസം എന്റെ വീട്ടിലെല്ലാ മക്കൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്തോ ഒരു പ്രതിഫലനം, അതിന്റെ എന്തോ ഒരു ഉപകാരം, അതിൽ നിന്ന് അത് കഴിച്ച ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ, അത് കഴിച്ച ആളുകൾക്ക് പ്രത്യേകം ഒരു ബറകാത്ത് ലഭിക്കുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തെയാണ് നമ്മൾ അപകടമായിട്ട് പറയുന്നത്. ഇതാണ് അതിന് വ്യത്യാസം. ഏറ്റവും ചെറുത് നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിക്കല് നിർബന്ധമാവുക, അതിൽ നിന്നൊരിത്തിരി രുചിക്കല് നിർബന്ധമാവുക. അത് 3 മക്കളുള്ള വാപ്പാക്ക് അതൊരു പൊതി കിട്ടിയാൽ 2 മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ മക്കൾക്ക് ഒരു ഇത്തിരിയെങ്കിലും ആ മോൾക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുക. അതിനു വേണ്ടിയിട്ട് ടാക്സി വിളിക്കുക. മനസ്സിലായില്ലേ? എന്താണ്? ആ ഭക്ഷണത്തിന് ഒരു കറാമത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് വിശ്വാസപരമായ ഏറ്റവും വലിയ അപകടം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചില്ലേ? നിങ്ങൾ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ആട്ടെ, കഴിഞ്ഞ ദിവസമൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ ഭാര്യ വേറെ എന്തെങ്കിലും കൊണ്ടെത്തന്നിരുന്നു, ഉമ്മ വേറെ എന്തെങ്കിലും കൊണ്ടെത്തന്നിരുന്നു. ഞാനത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതല്ല, ഇതൊരു ഇത്തിരിയെങ്കിലും നിങ്ങൾ കഴിക്കണമെന്ന് പറയുന്നിടത്തേക്ക് ജനങ്ങളുടെ വിശ്വാസം മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ആളുകൾക്കും നല്ല ബുദ്ധി അല്ലാഹു നൽകുമാറാവട്ടെ. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനായിട്ട് പോലും അല്ലാഹുവിലേക്ക് അടുക്കുവിൻ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ജനം പോകുന്നു. പരിശുദ്ധ റമദാനിൽ പോലും
സങ്കടമുണ്ട് അല്ലെ? ആലോചിക്കുമ്പോൾ അപകടമല്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചു നോക്കുക, അവിടെയാണ് വിശ്വാസത്തിന്റെ തകർച്ച വരുന്നത്, പരിശുദ്ധ റമദാനിൽ പോലും. ഇനിയോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാൻ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ദിവസങ്ങളായിരിക്കും ഇതെല്ലാം. ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ഓരോരുത്തരെ അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോകാൻ, ഓരോ ആളുകൾക്കും ഓരോ നിശ്ചയിച്ച ദിവസങ്ങൾ, ആ ദിവസങ്ങളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയുമോ, നമ്മുടെ ജീവിതത്തിൽ ഇനി 2 ഖുതുബയാണ് അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തിയതെങ്കിൽ ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും മാത്രമല്ലേ നമ്മൾ ഖുതുബ കേൾക്കുള്ളൂ. ചിന്തിച്ചു നോക്കി, എന്റെ ലൈഫിൽ അവസാനത്തെ ഖുതുബയാണ് ഇന്നത്തെ ഖുതുബയെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് പോകേണ്ടവനായിരിക്കും ഞാൻ. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം പ്രിയപ്പെട്ടത്. ഞാൻ ഈ സംസാരത്തിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും മരിക്കും. ഇപ്പോഴും പാപങ്ങൾ ചേർത്തിട്ട് ജീവിക്കണം. നമ്മൾ നന്മ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും നമസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ക്ലാസുകൾ കേൾക്കുന്നുണ്ട്, ഖുതുബകൾ കേൾക്കുന്നുണ്ട്, ഖുർആൻ ഒരിത്തിരിയെങ്കിലും പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് അതിന് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ പഴയ തിന്മകളിൽ നമ്മൾ മുഴുകുന്നുമുണ്ട്. ഒരല്പം കുറവാണെങ്കിലും എല്ലാ തിന്മയിൽ നിന്നും പൂർണ്ണമായിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഓരോരുത്തരും അതിൽ തളച്ചിട്ട് നിൽക്കുന്ന ഒരു സമയം. പല ആളുകളുടെയും അവസ്ഥ അത്രയും വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് യാത്ര ചെയ്യവേ, മംഗലാപുരത്ത് പോയി യാത്ര ചെയ്യവേ ട്രെയിനിൽ കാണാണ് പഴയ പ്രണയ ജോഡികൾ, ശഅബാനിലെ പ്രണയിനികൾ, റജബിലെ പ്രണയിനികൾ, റമദാനിലും പഴയ പ്രണയം ട്രെയിനിൽ അവർ തുടരുകയാണ്. അള്ളാഹുവാണ് സത്യം. അള്ളാഹു സങ്കടമായി പോയി. ഓരോ ഡോറിനടുക്കലും ഇണക്കുരുവികളെ പോലെ മുസ്ലിം സമുദായത്തിലെ പെൺകൊടിമാർ ഇതര ആൺകുട്ടികളോടൊപ്പം ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യണം പരിശുദ്ധ റമദാനിൽ. ആലോചിക്കണം, സ്കൂൾ ബാഗ് ഇട്ടവർ എവിടെ നിൽക്കുന്നു നമ്മുടെ സമുദായം? എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് വിവരം വരിക? ആലോചിക്കുക രക്ഷിതാക്കളെ, അപകടങ്ങൾ എവിടേക്കും പോയിട്ടില്ല. പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ പരിശുദ്ധ റമദാനിൽ പോലും ഈ സംഗതികളൊക്കെ അപങ്കുരം തുടരുകയാണ്. ഒരു കുറവുമില്ല, പ്രേമത്തിനൊന്നും ഒരു ബ്രേക്കുമില്ല, തോന്നിയാസങ്ങൾക്ക് ബ്രേക്കില്ല, വ്യഭിചാരങ്ങൾക്ക് ബ്രേക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരിട്ട് കണ്ടത് പറയുകയാണെങ്കിൽ സങ്കടമായി പോയി. സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ പോകുന്ന ട്രെയിൻ പാസ് ചെയ്തിട്ട് വേണം ക്രോസ് ചെയ്യാൻ. പാസ് ചെയ്യുമ്പോൾ ഓരോ ഡോറിലും ഇങ്ങനെ ഉറങ്ങാണ് പെൺകുട്ടികളും ആൺകുട്ടികളും. ചിന്തിച്ചു നോക്കി, ഇതിനേക്കാളും അപകടം എവിടേക്ക് കിടക്ക്? കാണുന്നിടത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ കാണാത്തിടത്ത് എന്തെല്ലാം നടക്കും പ്രിയപ്പെട്ടവരെ? ഞാൻ പറഞ്ഞതാണ്, എല്ലാവരും ഇസ്തിഗ്ഫാറിലേക്ക് കടന്നു വരണം. എല്ലാ മക്കളെയും വട്ടത്തിലിരുത്തി തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ. 10 മിനിറ്റിന്റെ മുമ്പ് തീൻമേശയ്ക്ക് മുന്നിൽ ബാങ്കുലിയുടെ ശബ്ദവും കേട്ടിരിക്കുന്ന ആ 10 മിനിറ്റ് മുമ്പെങ്കിലും മക്കളെ വട്ടത്തിലിരുത്തിയിട്ട്, മക്കളെ എനിക്ക് ചിലത് പറയാനുണ്ട്, നിങ്ങൾ കേൾക്കുക തന്നെ വേണമെന്ന് രക്ഷിതാക്കൾ ധൈര്യസമേതം പറയേണ്ട സന്ദർഭമാണിത്. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം. നിങ്ങൾ എല്ലാ പാപങ്ങൾക്കും ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഈ വാപ്പയ്ക്ക് വേണ്ടി പറയണം. അടുക്കളയിൽ നമുക്ക് വേണ്ടി ദ്വാരിക്കുന്ന ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് ഓരോ വാപ്പമാരും ഒരു നാളവും കൂടാതെ ഇന്നും നാളെയുമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു സംശയമാണ്, എല്ലാവരും വിചാരിക്കും നോമ്പല്ലേ എന്റെ മോൻ വളരെ ഓക്കെയാണെന്ന്. അല്ല, മക്കൾക്ക് പിന്നാലെ പിശാചുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണവർ. കൊടുക്കരുത് പിശാചുക്കൾക്ക് അവരെ. നമ്മളുടെ പ്രിയപ്പെട്ട മോളെ കൊടുക്കരുത് പിശാചിനും. അത് പറയാൻ നമ്മുടെ നാവ് ഉയരണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ പ്രബോധനം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിനെ കാത്തോളി, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കാത്തോളി, നിങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്ത് ഒരുങ്ങിക്കോളി. എന്നിട്ടോ വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നാറാ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുവിനെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീൻമേശയിൽ ഇരുന്നിട്ട് എല്ലാ മക്കൾക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണ്ട. അത് കൊടുക്കലൊരു വാജിബുമല്ല. എല്ലാ സ്നാക്സും എല്ലാ മക്കൾക്കും കിട്ടണമെന്നത് ഒരു നിർബന്ധവുമില്ല ഇസ്ലാമിൽ. പക്ഷേ ഈ സന്ദേശം എന്റെ ഓരോ മക്കൾക്കും എന്റെ നാവ് കൊണ്ട് ഒരിക്കലെങ്കിലും അവർ കേൾക്കണമെന്ന വിചാരം എന്റെ ഈ ഖുതുബ കേൾക്കുന്ന ഓരോ രക്ഷിതാവും ഇന്ന് തന്നെ തീരുമാനിക്കണം പ്രിയപ്പെട്ടവരെ. ഇതൊന്നും പറയേണ്ടത് എന്റെ മക്കൾ ഓക്കെയാണെന്ന് ആരും വിചാരിക്കരുത്. അവർ
അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഈ പരിശുദ്ധ റമദാൻ ഇനി 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഇനി 11 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം ഇതുപോലെ ഇരിക്കാൻ നിങ്ങളുടെ വാപ്പൊരു പക്ഷേ ഉണ്ടാവില്ല. നമുക്ക് ഈ തിന്മേശയ്ക്ക് ചുറ്റും കൊണ്ടുതരുന്ന ആ പാവപ്പെട്ട തന്റെ സഹധർമ്മിണി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഇബാദത്തുകൾ കുറച്ചിട്ട് ഉറക്കം കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടി അടുക്കളയിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മ, ആ ഉമ്മ ഒരുപക്ഷെ മക്കളെ അടുത്ത റമദാനിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സമ്പൂർണമായി അല്ലാഹുവിലേക്ക് അടുക്കേണ്ട ദിവസങ്ങളാണ്. മറ്റുള്ള എല്ലാ പരിപാടികളും ഒഴിവാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തെത്തിയാൽ തന്റെ ഉടുമുണ്ട് മുറുക്കി ഉടുക്കുമെന്ന് സഹാബത്ത് അതിന് വിവരിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഭാര്യമാരുമായിട്ട് സമ്പർക്കങ്ങൾ വരെ ഇല്ലാതാക്കി കളഞ്ഞ പ്രവാചകനായിരുന്നു എന്ന്. അതിനു വേണ്ടിയിട്ടാണത്രേ അല്ലാഹുവിന്റെ റസൂൽ മുറുക്കി ഉടുത്തത്. ആ സഹധർമ്മിണികളുമായിട്ടുള്ള ദാമ്പത്യ ബന്ധങ്ങൾക്ക് വരെ ബ്രേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം നമ്മളെല്ലാവരും. സഹധർമ്മിണിയുമായി ഭാര്യമായിട്ടുള്ള സമ്പർക്കങ്ങൾക്ക് ബ്രേക്ക് വെച്ച 10 ദിവസങ്ങളിൽ ഇതര പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുവാനും ചാറ്റ് ചെയ്യാനും ഇതര പെണ്ണുങ്ങളുമായിട്ട് ഇതുപോലെ യാത്ര ചെയ്യാനുമാണ് നമ്മളുടെ ഈമാൻ എത്തിയിട്ടുള്ളതെങ്കിൽ നമ്മൾ കിടക്കുന്ന അപകടം ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാവരെയും. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത്, പിതാക്കന്മാർ വിദേശത്തുള്ള അവരുടെ ഭാര്യമാരായ സഹോദരിമാരോട് ആത്മാർത്ഥമായിട്ട് ഈ ഖുതുബയിൽ കൃത്യമായി നൽകാനുള്ള മെസ്സേജ് ഒന്നിതാണ്. എല്ലാവരും നോമ്പുതുറയുടെ 10-15 മിനിറ്റ് മുമ്പ് വട്ടത്തിലിരുത്തണം എല്ലാവരെയും. അതുവരെ വെന്തുവരുന്ന ഭക്ഷണം മതി നമ്മുടെ വട്ടത്തിൽ, അതിനേക്കാളും വലുത് നമുക്ക് നൽകാനുണ്ട് എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ വരണം. എന്നിട്ട് മക്കളെ ചുറ്റും ഇരുത്തിയിട്ട് പരലോകത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം, നരകത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥ സ്വാഹിമായ ഒരു മോന് സാഗൂതം അത് ശ്രമിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വസിയ്യത്ത് പറയുന്നത് പോലെ മരണാശയ്യയിൽ കിടക്കുന്ന വാപ്പ വസിയ്യത്ത് ചെയ്യാൻ എത്ര ജാഗ്രത പുലർത്തുന്നുവോ അതിനേക്കാളും സുപ്രധാനമായ സന്ദേശമായി ഈ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയു ഇദാ ദഖല അൽ-ആശറു വഹശത്ത മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10ലേക്ക് പ്രവേശിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരമുണ്ട് മുറുക്കി ഉടുക്കുകയും രാവിലെ ജീവിപ്പിക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സജീവമായിരുന്നു. ഭാര്യമാരെയും മക്കളെയും എല്ലാം വിളിച്ചുണർത്തുമായിരുന്നു. ഉറങ്ങല്ലേ, ഈ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. ലൈലത്തുൽ ഖദറാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ജബലുന്നൂരിലെ ഗിരിസാനുക്കളിൽ ജിബ്രീൽ എന്ന മാലാഖയിലൂടെ കൊണ്ടുപോയി കൊടുത്ത പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസമാണ്. ആ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തുൽ ഖദറിൽ ഇത് പറയുന്നുണ്ട്. എന്താണ് ലൈലത്തുൽ ഖദർ? ഖൈറുൻ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഖൈറാണ്. എന്താ ഖൈർ? ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫ് ശഹർ. 1000 മാസങ്ങളെക്കാളും പ്രതിഫലമുള്ള ദിവസം. നിങ്ങൾക്കറിയുമോ, മുമ്പ് കാലങ്ങളിൽ ജീവിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു ഒരുപാട് ആയുസ് നൽകിയിരുന്നു. ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയുസ് 950 കൊല്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ 850 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് അയാളോടുള്ള അസൂയ? ആലോചിച്ചു. 850 വേണോ? 130 പോലെ പ്രിയപ്പെട്ടവരെ, പോലെ. എന്നാൽ പിൽക്കാലങ്ങളിലുള്ള സമുദായത്തിന്റെ ആയുസ് അല്ലാഹു കുറച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടക്കാണ്. ചില ആളുകൾ 40ൽ പോകും, ചില ആളുകൾ 90 വരെ പോകും, ചില ആളുകൾ 50ൽ പോകും, ചില ആളുകൾ 80 ആകുമ്പോഴേക്ക് പോകും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ശരാശരി 60നും 70നും. ബാക്കി തൗഫീഖാണ്, ബാക്കി അല്ലാഹുവിന്റെ ഖദർ പോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ആയുസ് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏകദേശം അത് ആസ്വദിച്ച് കഴിഞ്ഞവരാണ്. നമ്മളൊക്കെ ഏകദേശം ഒരുപാടൊന്നും ആസ്വദിക്കാൻ കിട്ടാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകളിൽ മുന്നേറുക എന്നത് വല്ലാത്ത ദൈർഘ്യമുള്ള, വല്ലാത്ത എഫർട്ടുള്ള ഒരു പണിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ കാരുണ്യത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നത്. മനസ്സിലായില്ലേ? പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് ഒരുപാട് മുസ്ലിങ്ങൾ ജീവിച്ചിട്ടില്ലേ? ഒരുപാട് പ്രവാചകന്മാർ പോയിട്ടില്ലേ? ഒരു പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടില്ല ഇഷ്ടം പോലെ. അല്ലാഹുവിന്റെ റസൂലുമാരിൽ പ്രധാനിയായിരുന്ന ഇബ്രാഹിം, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇഅ്തികാഫ് നടത്താൻ
പറയുന്നത് കേൾക്കുന്നു, നമ്മൾ പരിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു. ആലോചിച്ച് നോക്കി, അന്നൊക്കെ ഉണ്ട് ഈ ഇബാദത്തുകളൊക്കെ. പക്ഷേ ലൈലത്തുൽ ഖദറിന്റെ ഈ പുണ്യം കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമുക്കാണ്. അപ്പൊ എന്ത് വേണ്ട, 950 കൊല്ലമൊന്നും ജീവിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഉംറക്ക് പോയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഹജ്ജ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? പരിശുദ്ധ റമദാനിൽ പാരായണം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? പരിശുദ്ധ റമദാനിൽ ഇരുന്ന് ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. ഒരു റക്അത്ത് നമസ്കരിച്ചാൽ പ്രിയപ്പെട്ടവരെ 1000 മാസങ്ങൾ നമസ്കരിച്ച പ്രതിഫലം. വെറുതെ പറയല്ല, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഏതെങ്കിലും കഥയല്ല, ആരെങ്കിലും എഴുതിയ ലേഖനമല്ല. ഇത് അല്ലാഹുവിന്റെ കലാം പറയാണ്. അന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറിന്റെ ദിവസം പറയൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതാണ് റസൂലേ എന്ന് പറഞ്ഞു ചോദിച്ചു ആളുകൾ, സഹാബത്ത്. ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ? ഏതായിരുന്നു ആ ദിവസം? അല്ലാഹുവിന്റെ റസൂല് ലൈലത്തുൽ ഖദർ എന്നായിരുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനായി സഹാബത്തിന്റെ അടുക്കലേക്ക് വരുന്ന സന്ദർഭം കേൾക്കണം. രണ്ടാളുകൾ തമ്മിൽ എന്തോ സംസാരമായി. അതിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ശ്രദ്ധ തിരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മെമ്മറിയിൽ നിന്ന് ആ ദിവസം എടുത്തു കളഞ്ഞു. എന്നിട്ടൊരു വഹി കൊടുത്തു. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തിൽ ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, അതിൽ 29, 27, 25 പ്രത്യേകം എണ്ണി, ഒറ്റയിട്ട ദിനരാത്രങ്ങൾ എണ്ണി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പോരായ്മകൾ കൊണ്ടോ ഏതെങ്കിലും കണക്ക് കൂട്ടലുകൾ കൊണ്ടോ ഈ ഒറ്റയിട്ട ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന ഒറ്റയിട്ട ദിവസം ചിലപ്പോൾ ഇരട്ടയിട്ട ദിവസമായിരിക്കാം. അല്ലാഹു അലം. ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? അവസാനത്തെ 10 മുഴുവനും. കാരണം എന്താ? സൂര്യാസ്തമയങ്ങളും സൂര്യോദയങ്ങളും വ്യത്യസ്തങ്ങളാണ് പല രാജ്യങ്ങളിലും. അതുകൊണ്ട് ഈ അവസാനത്തെ 10 മുഴുവൻ ദിവസങ്ങളും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരുപാട് സൗഭാഗ്യം കിട്ടിയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പലരും. ഹറമിൽ ഈ അവസാനത്തെ 10 ഒരുമിച്ച് കൂടിയവർ ഓൾറെഡി 1,00,000 പ്രതിഫലമാണ്. റമദാൻ അല്ല എങ്കിൽ റമദാൻ വന്നു കഴിഞ്ഞാൽ 7ഉം 70ഉം 10ഉം 70ഉം 700ഉം ഇരട്ടി പ്രതിഫലം. അതിനോടൊപ്പം ലൈലത്തുൽ ഖദറും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലോ അയാളെക്കാളും സമ്പന്നൻ ആരുണ്ട്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അത്രയും കഷ്ടപ്പാടുള്ള തിരക്കിനിടയിൽ ഇരട്ടി പണം കൊടുത്ത് അല്ലേ ഒരുപാട് അധ്വാനിച്ച ആളുകൾ അങ്ങോട്ട് പോയത്. അതിനാണ് അല്ലാഹു അവർക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രാർത്ഥനകൾ എല്ലാം അല്ലാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ നമ്മളുടെ ഹൈറാത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഹൈറിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇവിടുന്ന് എടുക്കാനുണ്ട്. അവർ നിൽക്കുന്ന ഖിബിലയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ ഖിബില. അവർ പ്രാർത്ഥിക്കുന്ന റബ്ബാണ് നമ്മുടെയും റബ്ബ്. അവർ പിൻപറ്റുന്ന റസൂലാണ് നമ്മളുടെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പണി തന്നെ നമുക്ക് ഇവിടുന്ന് എടുത്താലും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലമാണ്. കഴിവുള്ളവർ അങ്ങോട്ട് പോകുന്നു, കഴിവില്ലാത്തവർ ആ പ്രതിഫലം ഇവിടെ നിന്ന് നേടുന്നു. അതിനെന്ത് വേണം പ്രിയപ്പെട്ടവരെ? പരിപാടികളൊക്കെ വേഗത്തിൽ ഒഴിവാക്കല്ലോ. എല്ലാ പരിപാടികളും ഒഴിവാക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നിട്ട് എനിക്ക് ഓതണം. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നിട്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയോ, നമ്മളൊക്കെ ആകെ പ്രാർത്ഥിക്കുന്ന ഒരു 10ഓ 15ഓ പ്രാർത്ഥനയാണ്. പല ആളുകളും പ്രാർത്ഥിക്കാറ് പോലുമില്ല. എഴുന്നേറ്റ് ഓടുകയാണല്ലേ അല്ലേ? എഴുന്നേറ്റ് പോവാണ്. സാധാരണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരെ ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതൊന്ന് ശരിയായി വരാൻ അല്ലേ? ആലോചിച്ച് നോക്ക്. കൈ കഴുകാൻ പോലെ എഴുന്നേറ്റ് വേഗത്തിൽ പോവാത്തവരാണ് നമ്മൾ. ഖുതുബ കഴിഞ്ഞിട്ട് വളരെ ചുരുക്കം പ്രാർത്ഥനയെ നമ്മൾ വായിന്ന് വരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ വരുന്നത് വലിയ ശതമാനം ഏത് പ്രാർത്ഥനയാ പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. പടച്ചോനെ കച്ചവടം ഉണ്ടാണേ, പടച്ചോനെ കരണ്ട് വരണേ അല്ലേ? ഇങ്ങനെയുള്ള ഭൗതികമായ പ്രാർത്ഥനയാണ്. അല്ലാതെ ആരെങ്കിലും അവനവന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്കറിയോ, അവനവന്റെ ഞാൻ ജീവിച്ച് ഞാനിങ്ങനെ മുന്നോട്ട് പോയി, ഞാൻ മരണപ്പെട്ടാൽ പോലും ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പുറത്താണ്, ഭൗതിക ഭാഗത്താണ്. എന്താ? ഞാൻ മരണപ്പെട്ടാൽ എന്റെ മക്കൾ ആര് പോറ്റും? ഞാൻ മരണപ്പെട്ടാൽ വീട് പണി ആര് തീർക്കും? ഞാൻ മരണപ്പെട്ടാൽ ഷോപ്പ് നോക്കാൻ ആരുണ്ടാവും? ഇതല്ലാത്ത മരണപ്പെട്ടാൽ എന്റെ ഹിസാബിന്റെ കാര്യം, തന്റെ ഈമാനിന്റെ കാര്യം, തന്നോട് ചോദ്യമുണ്ടെന്ന ചോദ്യങ്ങളുടെ കാര്യം, ഖബറിലെ ഒറ്റക്കുള്ള ജീവിതത്തിന്റെ കാര്യം ആരും ചിന്തിക്കാറില്ല പ്രിയപ്പെട്ടവരെ. ഈ തിരക്കിട്ട ജീവിതത്തിൽ ആർക്കും കഴിയാറില്ല, പ്രാർത്ഥനകളിൽ ആർക്കും കൊണ്ടുവരാൻ കഴിയാറില്ല. നമുക്കാകെ അതുമായി ബന്ധപ്പെട്ട് ഖതീബുമാരോ ഇമാമുമാരോ ഏതെങ്കിലും പ്രാർത്ഥിച്ചാലുള്ള ആമീൻ പറയാന്നല്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് ഇരുന്നിട്ട് അവനവന്റെ കാര്യം പറയും. ഓരോന്നും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്.
നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ കൗമാരത്തിൽ എത്ര വൃത്തികെട്ട തോന്നിയാസങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴും സ്വന്തം ഭാര്യ നിലനിൽക്കെ തന്നെ എന്തെല്ലാം തോന്നിയാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല സമ്പാദ്യങ്ങൾ കയ്യിലിരിക്കെ തന്നെ എന്തെല്ലാം ഹറാമായിട്ട് സമ്പാദിക്കുന്നുണ്ട്. നല്ല പണപ്പെരുപ്പം കച്ചവടത്തിൽ ഉണ്ടായിരിക്കെ എത്ര പലിശകൾ നമ്മൾ തിന്നുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് എന്തു വേണം? ഇരുന്നിട്ട് പടച്ചോനെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, നാളാ നീ എനിക്ക് പുറത്തു തരണം. നിങ്ങൾക്കറിയോ, ഈ പരിശുദ്ധ റമദാൻ കിട്ടിയിട്ട് അള്ളാഹുവിനോട് ഓരോ തിന്മകളും എടുത്തു പറഞ്ഞ് മാപ്പാക്കണേ എന്ന് പറയാത്തവൻ ഏറ്റവും വലിയ നഷ്ടക്കാരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വന്നിരിക്കുക, ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി വന്നിരുന്ന് ഈ ചതുരത്തിലുള്ള ഈ ശൈത്താനുണ്ടല്ലോ, ഈ ശൈത്താനുമായിട്ടല്ല വരേണ്ടത്, അതിൽ കളിക്കാനല്ല വരേണ്ടത്. ഇരുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അവർക്ക് ആത്മബന്ധം ഉണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനോട് ഏറ്റവും ചെറിയ കാര്യം സ്വന്തം ചങ്ങാതിയോട് പറയുന്നത് പോലെ പറയുന്നതാണ് അത്ര അള്ളാഹുവിന്റെ റസൂൽ പറയാ. അള്ളാഹ്ക്ക് ഇഷ്ടം എല്ലാം പറയാം, എല്ലാ ചെറുതും വലുതും ആയ തിന്മകളൊക്കെ ഇട്ടിട്ട് പറയാ. എല്ലാ ആവശ്യങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഒരു മോനെ മാത്രങ്ങൾ എടുത്ത് മുന്നിൽ വെക്കുക. നമ്മളുടെ ഒരു മോനെ, ആദ്യത്തെ മോനെ, എന്തൊരു മോനാണവൻ അല്ലേ? പാപ്പാക്ക് വേണ്ടി നേരെപോലെ ജീവിക്കുന്ന മകൻ, പാപ്പാനോട് മറന്നു പോകുന്നത് എടുത്തു തരുന്ന മകൻ, പാപ്പ വീഴുമ്പോ കൈപിടിക്കുന്ന മകൻ അല്ലേ? പാപ്പാന്റെ തെറിച്ചുപോയ ചെരുപ്പ് അടുപ്പിച്ച് വെച്ചു തന്നവൻ. ആ മോന് വേണ്ടി തന്നെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മതിയാവില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരുന്നാൽ. അവന്റെ രോഗം, അവന്റെ ആരോഗ്യം, അവന്റെ ബുദ്ധി, അവന്റെ ഭാവി, അവന്റെ പ്രായം, അവന്റെ രോഗം, അവന് വരുന്ന ഭാര്യ, അവന്റെ കുടുംബം, അവന്റെ സംവിധാനങ്ങൾ, ഇനിയുള്ള ലോകത്ത് അവർക്കൊക്കെ വരാനിരിക്കുന്ന ആക്രമണങ്ങൾ, അവർക്കൊക്കെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ, എന്തെല്ലാം പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മോനെ വെച്ചാൽ തന്നെ ഒരു ദിവസം മതിയാവില്ല ഒരു പിതാവിന്. ഓർമ്മകളുടെ ശിരകളിൽ നിന്ന് വരുന്ന ഓരോ ആവശ്യങ്ങളും ഉന്നയിക്കാൻ നിന്നാൽ ഈ 10 ദിവസം നമുക്ക് മതിയാവില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടിരിക്കുക, എന്നിട്ട് ഓരോ മോനെടുക്കുക, ഭാര്യ എടുക്കുക. എത്ര പ്രാർത്ഥിക്കാനുണ്ടാവും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട ഇണക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ചുട്ടുപൊള്ളുന്ന ഈ നാട്ടിൽ പോലും പുറത്തിറങ്ങി ഭക്ഷണത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ടാവും നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇരിക്കുക പ്രിയപ്പെട്ടവരെ, ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. ആരൊക്കെ നമുക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, മരിച്ചുപോയവരുണ്ട്, ജീവനോടെ ഇരിക്കുന്നവരുണ്ട്, രോഗിയായി കിടക്കുന്നവരുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ നമ്മുടെ ഓരോ മക്കളും മരണപ്പെട്ടു പോയ മക്കളുണ്ട് അല്ലേ? മരണാശയ്യയിൽ കിടക്കുന്ന മക്കളുണ്ട്, അതുപോലെ കൂട്ടുകുടുംബക്കാരുണ്ട്, രക്തബന്ധങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. ആരൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മരണപ്പെട്ടുപോയ പിരിഞ്ഞുപോയ ആളുകളോട് അന്നുള്ള സ്നേഹം ഇന്ന് നമുക്കില്ല എന്നത് വാസ്തവമാണ്. അന്നുള്ള അടുപ്പം ഇന്ന് നമുക്കില്ല എന്ന വാസ്തവമാണ്. മരണപ്പെട്ടുപോയ ഉമ്മയാണെങ്കിലും ശരി, ഉപ്പയാണെങ്കിലും ശരി, ഉമ്മ പ്രാർത്ഥിച്ചത്ര പ്രാർത്ഥന നമ്മുടെ ഉമ്മാക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അല്ലേ? ഉമ്മാക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ കൗമാരത്തിൽ, എന്റെ ഉമ്മാന്റെ വിവാഹത്തിന് മുമ്പ്, എന്റെ ഉമ്മാന്റെ വിവാഹത്തിന് ശേഷം, എന്റെ ഉമ്മ വെറും ഒരു സ്ത്രീയായി ജീവിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മഹതിക്ക് നീ പുറത്തു കൊടുക്കണേ നാദാ എന്ന് കരഞ്ഞു പറയേണ്ടവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മ സ്വർഗത്തിലെത്തണം, നമ്മുടെ ഉമ്മ സ്വർഗത്തിലെത്തണം. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഇന്നത്തെ ഉമ്മമാര് കഷ്ടപ്പെട്ടതുപോലെയല്ല. ഇന്നത്തെ ഉമ്മമാർക്ക് ആധുനിക സംവിധാനങ്ങൾ ഒരുപാടുള്ളതാണ്. അന്നത്തെ ഉമ്മമാർക്ക് ആധുനികമായ ഒരു സംവിധാനവും ഒരു കുടപോലും ചൂടാൻ കഴിയാത്തവരുണ്ട് മരണപ്പെട്ടു പോയവരെ. അതുകൊണ്ട് അത്രയും അധ്വാനിച്ച ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോരാ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളിലിരുന്ന് കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ച് ഈ റമദാനിന്റെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ ഉമ്മ സ്വർഗത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അത്രയും എടുക്കാനാണ് നമ്മുടെ പണി. ഓരോ വാപ്പമാരും ഓരോ അധ്വാനങ്ങളാണ്. ഓരോ മക്കൾക്കും വാപ്പമാരെ പറ്റി പലതുണ്ട് പറയാൻ. സ്വന്തം കിഡ്നി പോലും എടുത്തു കൊടുക്കുകയാണ് മക്കൾക്ക്. ആലോചിച്ച് നോക്കിയേ, സ്വന്തം കിഡ്നി പോലും തന്റെ മകൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് എടുത്തു കൊടുക്കുന്ന വാപ്പമാർ, എടുത്തു കൊടുക്കുന്ന ഉമ്മമാർ, എടുത്തു കൊടുക്കുന്ന സഹോദരങ്ങൾ, സ്വന്തമുണ്ടാക്കിയ വീട് എനിക്ക് വേണ്ടത് അനുജൻ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടേച്ചു പോകുന്ന ഇക്കാക്കമാർ, എന്നിട്ട് വേറെ വീടെടുത്ത് മാറി താമസിക്കുന്ന ഇക്കാക്കമാർ, പാവപ്പെട്ട പെങ്ങൾക്ക് തറവാട് മാറ്റിക്കൊടുക്കുന്ന ഇക്കാക്കമാർ, ഇത്താത്തമാർ, അവർക്കൊക്കെയും വേണ്ടിയിട്ടാവണം ഈ മാസത്തിൽ വരുന്ന ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകൾ. എണ്ണിയെടുത്താൽ ഒരു
പ്രിയപ്പെട്ടവരെ, കേവലമായ ശമ്പളത്തിന് വേണ്ടി അധ്വാനിക്കാൻ കടയിൽ ചെന്ന് ജോലി ചെയ്തതിന്റെ പേരിൽ നന്ദിയുള്ള മുതലാളി, ആ മുതലാളിയാണ് എനിക്ക് വേണ്ടി വീട് തന്നത്. ഇല്ല എങ്കിൽ ഞാൻ പുറം നാട്ടിൽ ഭാര്യമാരെ വിട്ട് മക്കളെ വിട്ട് പുറം നാട്ടിൽ വർഷങ്ങളോളം ജീവിക്കേണ്ടി വരുമായിരുന്നു. ഈ നല്ല മനസ്സുകാരൻ ആ നല്ല മനസ്സ് തന്നതിനാലാണ് ഈ കൊച്ചു പാർപ്പിടത്തിൽ മക്കളോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് ഒരാൾക്ക് പറയാനുണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥന ആ മുതലാളിക്കും പോണം, ആ മുതലാളിക്കും പോണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോരുത്തർക്കും തങ്ങളോട് ഉദാരത കാണിച്ചവർ, തങ്ങൾക്ക് നന്മ പറഞ്ഞു തന്നവർ, ചില ആളുകൾക്ക് പറയാനുണ്ടാകും, ആ മനുഷ്യൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു ആ ഹുതുബക്ക്, ഈ മനുഷ്യൻ ഒരു ദിവസം ഒരു സമ്മേളനത്തിൽ കൊണ്ടുപോയതായിരുന്നു, ഈ മനുഷ്യൻ ഒരു വയലിന് കൂട്ടിക്കൊണ്ടുപോയതാ, അന്ന് മുതലാണ് ഞാൻ നന്നായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ച ഹിദായത്ത് ചെറുതല്ല. ആ ഹിദായത്തിന് കാരണക്കാരനായ ബാംഗ്ലൂരിലുള്ള, നാട്ടിലുള്ള, വിദേശത്തുള്ള കൂട്ടുകാർ, ആ ഒരു മനുഷ്യൻ ഇടപെട്ടതായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകാനുള്ള ക്രമമായി നിശ്ചയിച്ചത്. ആ കൂട്ടുകാരന് വേണ്ടി ചെറുത് പ്രാർത്ഥിച്ചാൽ മതിയോ പ്രിയപ്പെട്ടവരെ? ആ കൂട്ടുകാരന്റെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നിറവേറ്റപ്പെടണം. അത്രയും നന്ദി അവരോട് നമുക്ക് വേണം. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടുന്നവരിൽ നമ്മൾ വേണം. ഹൗലുൽ കൗസർ അല്ലാഹുവിന്റെ റസൂൽ മുട്ടിക്കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വരണം. ഖബറിലേക്ക് കൊണ്ടുവന്ന് ആ ഇടുങ്ങിയ ഖബറിൽ നാട്ടുകാരും കുടുംബക്കാരും മൂടി വെച്ച് തിരിച്ചു പോകുമ്പോൾ ഖബർ അവരറിയാതെ വിശാലമാക്കുന്ന ചില സൗഭാഗ്യവാന്മാരുണ്ട്. ഖബറിന്റെ വെളിച്ചവും ഖബറിന്റെ വലിപ്പവും അങ്ങ് കണ്ടെത്താ ദൂരത്തേക്ക് വിശാലമാക്കുന്ന സ്വർഗത്തിന്റെ സാമ്പിളുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മൾ വരണം. അങ്ങനെ സ്വർഗം ചോദിച്ചും ഭീമത്സകമായ ഭീകാരത്വമുള്ള നരകത്തിൽ നിന്ന് രക്ഷ നേടിയും ഇനിയുള്ള ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സജീവമായ പ്രാർത്ഥനയിൽ വരണം. അതോടൊപ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന കലിമത്ത് ഷഹാദയിൽ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയുന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവുകളും മനസ്സും നിറയണം. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങൾ മറ്റൊരു പരിപാടിക്ക് നമ്മൾ പോകരുത്. മറ്റൊരു കാര്യവും, ഇലക്ഷനൊക്കെ അടുത്തതാണ്. പല ആളുകളുടെയും സംസാരങ്ങൾ ഫോണിലൂടെ കേട്ട് മണിക്കൂറുകൾ കളയാണ് നമ്മളെല്ലാവരും. ഈ 10 ദിവസം നിങ്ങൾ ദയവ് ചെയ്ത് അത്തരം മേഖലകളിൽ നിന്നൊന്ന് മാറുക. എന്നിട്ട് നമ്മൾ നമ്മളുടെ കാര്യമെടുക്കുക, നമ്മൾ നമ്മളുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇന്നോ നാളെയോ നമ്മളുടെ ഭാര്യക്കും 2 മക്കൾക്കും ഒരു ആക്സിഡന്റ് പറ്റി 3 ആൾ ഐസിയുവിലാണെങ്കിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. എല്ലാ ക്ഷീണവും നമ്മളത് പമ്പ കിടക്കും, അല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ സജീവമായി അവരുടെ മുന്നിലേക്ക് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യന്റെ മനോഗതമുണ്ടല്ലോ, ആ മനോഗതമാണ് ജീവനോട് ആരോഗ്യത്തോടെ തന്റെ കുടുംബമുണ്ടായിരിക്കെ അവരെയും ചേർത്ത് പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ നല്ല സംരംഭങ്ങളിലും എന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തം ഉണ്ടാവണം, എന്റെ മക്കൾ അവിടെ ഉണ്ടാവണമെന്ന നിർബന്ധബുദ്ധിയിൽ അവരെയെല്ലാം ഉൾപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അത്തരണത്തിൽ ഏറ്റവും നല്ല രക്ഷിതാവിന്റെ റോൾ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും നിർവഹിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതഫിഖു ഫീ കുല്ലി റമളാൻ 10 അയ്യാം ഫലമ്മാ കാന العام الذي قبض فيه اعتكف 20 يوما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും 10 ദിവസം ഇത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട വർഷം പ്രിയപ്പെട്ടവരെ 20 ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഇത്തികാഫ് ഇരുന്നിരുന്നു. നിങ്ങൾ ആലോചിച്ചേ, ഇതുവരെ 10 ദിവസം ഇത്തികാഫ് ഇരിക്കാത്ത പലരും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഇന്നത്തെ ഒരു ഖുതുബയെങ്കിലും അയാളുടെ മനസ്സിൽ തറച്ചിട്ട് അയാൾ ഈ 10 ദിവസം ഇത്തികാഫ് ഇരിക്കാൻ തീരുമാനിച്ചാൽ ഇതുപോലെ പറയാൻ കഴിയും, അയാളുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമളാനിൽ എന്റെ പുതിയാപ്പിള 10 ദിവസവും പള്ളിയിലായിരുന്നു, എന്റെ പുതിയാപ്പിള ഇതുവരെ ഇത്തികാഫ് ഇരിക്കാൻ കഴിയാത്ത ആളായിരുന്നു, അയാൾ ലീവ് എടുത്തു, എന്നിട്ട് 6 ദിവസം ഇത്തികാഫ് ഇരുന്നു. അതാ ഈ വർഷം അയാളില്ല. കഴിഞ്ഞ വർഷം ഖുതുബ കേട്ട ശേഷം അയാൾ തീരുമാനിച്ചതാ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്നില്ലേ, അവസാനത്തെ വർഷം റസൂലുള്ള മരിക്കുന്ന വർഷം, അന്ന് അവസാനം കടന്നുപോയ റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇത്തികാഫ് ഇരുന്നിരുന്ന പുരുഷന്മാർക്ക് മാത്രമല്ല ഇത്തികാഫ് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇത്തികാഫ് ഇരുന്നിരുന്നു. പല ആളുകൾക്കും ഒരു മ്ലേച്ഛത പോലെയാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി, ബാക്കി എല്ലാ മാമാങ്കങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല, അല്ലേ?
ഈ ഉസ്താദിന്റെ അടുത്ത് പേരിടാൻ പോകാൻ, പേര് വാങ്ങാൻ, ഡേറ്റ് നിശ്ചയിക്കാൻ, ഇതിനൊന്നും പ്രശ്നമില്ല. ഇതുപോലെയുള്ള ഒരുപാട് നേർച്ചയും വയവും അതിനൊന്നും പ്രശ്നമില്ല. ചിന്തിച്ചു നോക്ക്, അതിനൊന്നും പ്രശ്നമില്ല. അള്ളാന്റെ മുന്നിൽ കുമ്പിടാൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ പണ്ട് കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പോലും സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇമാം ബുഖാരിയുടെ 2026 എന്ന നമ്പറിലുള്ള ഹദീസ് വായിച്ചപ്പോൾ പലരും കുടുങ്ങുകയായിരുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പ്രവാചകന്റെ കൂടെ ഇത്തികാഫിരുന്നു. മാത്രമല്ല ആ ഹദീസിൽ പറയുന്നതറിയോ, അള്ളാന്റെ റസൂലിന്റെ കാലശേഷവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ ഇത്തികാഫിരുന്നിരുന്നു. എന്തായാലും മനസ്സിലാക്കേണ്ടത്, പള്ളിയിലിരിക്കാൻ ഒരു ഭർത്താവ് പോലും ആവശ്യമില്ല എന്ന് മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെയാണ് പലരും കുടുങ്ങിയതും തിരുത്തിയവർക്ക് അല്ലാഹു എല്ലാവിധ റഹ്മത്തും നൽകുമാറാവട്ടെ, പ്രതിഫലം നൽകുമാറാവട്ടെ. ബോധപൂർവം ഇതിനെ പിടിച്ചു വെക്കുന്നവർക്ക് അല്ലാഹു സൽബുദ്ധി നൽകുമാറാവട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ ഉമ്മമാർക്ക് കിട്ടണം, നമ്മുടെ കൂടെയുള്ള ഭാര്യക്ക് കിട്ടണം, നമ്മുടെ പെൺകുടിയായ മക്കൾക്ക് കിട്ടണം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പണ്ട് കാലങ്ങളിൽ പെൺകുട്ടികൾ പുറത്തു നിൽക്കുകയാണ്, നിസ്കാരമില്ല അവർക്ക്, ആണുങ്ങൾ പള്ളിക്ക്, പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല. ഇതെന്തു വലിയ യാത്രയായിരുന്നു. പിന്നീട് യാത്രക്കാർക്ക് എന്ന് വന്നു. പിന്നെ യാത്രക്കാരായ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമുണ്ട് എന്ന ബോർഡ് വന്നു. പിന്നെ യാത്രക്കാരായെന്ന് പോയി, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമുണ്ട് എന്ന് വന്നു. പിന്നെ പ്രവേശനമുണ്ട് എന്ന് പോയി, സ്ത്രീകളുടെ പള്ളി എന്ന് വന്നു. പിന്നെ പള്ളിയും പോയി, സ്ത്രീകൾ എന്ന് മാത്രമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മുസല്ലൻ നിസാ എന്ന ബോർഡ് വെച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലം നിശ്ചയിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ മാതൃകയാണ് നമ്മൾ കൊണ്ടുവന്നത്. ആ മാതൃക ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലായിടത്തും വന്നു കഴിഞ്ഞു. യാത്ര ചെയ്തു പോകാത്ത ലോക്കൽ നാട്ടിലെ പള്ളിയിൽ വരെ സ്ത്രീകൾക്ക് സൗകര്യം വരുന്നിടത്തേക്ക് ജനങ്ങൾ മാറി. ജനങ്ങൾ ചിന്തിച്ചു, ബുദ്ധിയുള്ള ആളുകളെ ഇനി പറഞ്ഞു പറ്റിക്കാനാവില്ലെന്ന് പലർക്കും തിരിച്ചറിവുണ്ടായി. ഏതായാലും തിരുത്തിയതാണെങ്കിൽ അല്ലാഹു ഉന്നതമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയോ ഈ വരുന്ന ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം. ധാരാളം പ്രത്യേകത ഈ രാവിനുണ്ട്. ഞാൻ നേരത്തെ ഓതിയില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ആ ദിവസങ്ങളിലെ ആ പ്രത്യേക ദിവസം ഏതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ ദിവസം നമ്മൾ കയ്യിലാക്കണം. ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന്, അത് കിട്ടിയാലുള്ള ഗുണം എന്താ അറിയോ? നമ്മളുടെ ഇബാദത്തുകളുടെ നന്മയുടെ പ്രതിഫലം അങ്ങോട്ട് മേലോട്ട് വരും, തിന്മകൾ നേരെ താഴ്ന്നു പോകും. നമുക്കറിയാലോ, 5 തിന്മയും നന്മയും ചെയ്യുന്ന ആള് 3 തിന്മ കുറക്കുകയും 2 തിന്മ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അപ്പുറത്ത് 7 ഇപ്പുറത്ത് കുറയില്ല, നേരെ താഴോട്ട് പോകും. അങ്ങനെ വ്യത്യാസം വരും. സ്വാഭാവികമാണ്. ഒരു 2 മണിത്തൂക്കം നന്മയുടെ ഭാഗം തൂങ്ങിയാൽ നമ്മൾ സ്വർഗത്തിലെത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ ഫലമായി പലതും നമുക്ക് പുറത്തു തരും. ഇനി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്നാണ്. വിശ്വസ്തയോടും വിശ്വാസത്തോടും പ്രതിഫലച്ചയോടും കൂടി ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്ന 3 ഘട്ടങ്ങളിലായിട്ടാണ് പറഞ്ഞത്. മൻ ഖാമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നിലകൊണ്ടാൽ, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും വിശ്വസ്തയോടും പ്രതിഫലച്ചയോടുകൂടിയും, എങ്കിൽ അവന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും. അടുത്തത് അല്ലാഹുവിന്റെ റസൂൽ ഇമാം ബുഖാരിയുടെ 37 ഞാനിപ്പോ പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 38 പറയാണ്, മൻ സ്വാമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റാൽ, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടും പ്രതിഫലച്ചയോടും, അവനും അല്ലാഹു ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകാല പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും. മൂന്നാമത്തത് ഇമാം ബുഖാരിയുടെ ഹദീസിലെ 1901 നമ്പറിൽ പറയുന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദർ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ നിലകൊണ്ടാൽ, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടും. അതായത് പള്ളിയിൽ ഇങ്ങനെ വെറുതെ കഥ പറഞ്ഞ പറഞ്ഞ് ലൈലത്തുൽ ഖദർ കുടുങ്ങിയതല്ല, ഇതെനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടിരുന്നു ലൈലത്തുൽ ഖദർ. അങ്ങനെ ഒരാൾ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ നിലകൊണ്ടാൽ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല പാപങ്ങൾ മുഴുവനും പുറത്തു. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിന്മയെ പിന്നുള്ളൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിരുത്തിയ ഇസ്തിഗ്ഫാറിൽ, തിരുത്തിയ തിന്മകളിൽ അവൻ പിന്നെ ചേക്കേറുന്നില്ലെങ്കിൽ അവന് പിന്നെ നന്മയല്ലാത്തതൊന്നും അവന്റെ മീസാനിൽ വരില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതെല്ലാം കഴുകിക്കളയുന്ന ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ സജീവമാകണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. ലൈലത്തുൽ ഖദർ
ആ വരുന്ന പുണ്യ ദിവസങ്ങളിൽ സജീവമായി നിലകൊള്ളണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഉണർത്തുകയാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുകൊടുത്ത പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇമാം ബുഖാരിയുടെ 3511 ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. നമ്മളെല്ലാവരും അഫുവാണ്. നോമ്പ് കൊണ്ട് ഒരാൾക്ക് വരേണ്ട ഏറ്റവും വലിയ സൽസ്വഭാവം വിട്ടുവീഴ്ചയാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാം നമ്മൾ നിൽക്കുമ്പോൾ നീങ്ങിക്കൊടുക്കുക, അതടക്കം. നോമ്പ് തുറക്കുമ്പോൾ തന്റെ അപ്പുറത്ത് കൊടുക്കുക, അതടക്കം. അവരെ വിളിക്കുക, അതടക്കം. അങ്ങനെ എല്ലാത്തിലും വിട്ടുവീഴ്ച. കടം വാങ്ങിയവരുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പൊ തരണ്ട, പിന്നീട് ഉണ്ടപ്പോ തന്നാ മതി. കടം കൊടുത്ത് ഇതാനുള്ളവരോട് നിങ്ങൾ പകുതി തന്നാ മതി, അല്ലെങ്കിൽ തരണ്ട. അങ്ങനെ എല്ലാ നിലക്കും വിട്ടുവീഴ്ച, എല്ലാ നിലക്കും ഇളവുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹുവാണ് അതിന്റെ ഉടമ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് അതിനാൽ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ. അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച തരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടും. അത് നമ്മൾ ഈ 10 ദിവസങ്ങളിൽ ചോദിക്കണം. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ വഗൈറുൽ ഖത്താഈന തവ്വാബുൻ. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ ഖേദിച്ചു മടങ്ങുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെ പിഴവുകൾ ഉണ്ടാവും. പല ആളുകളും വിചാരിക്കും ഒരുപാട് ചെയ്തു പോയി, നാട്ടിലൊക്കെ പാട്ടായി, കുടുംബവും മക്കളുടെയൊക്കെ മുന്നിൽ നാറി, ഇനി എന്ത് ഇസ്തിഗ്ഫാർ, ഇനി എന്ത് പള്ളി പോലെ, ഇനി എങ്ങനെ നന്നായി നടക്കാന്നൊക്കെ ചിന്തിക്കുന്നവരെ നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, നിരാശരാവണ്ട. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നമ്മളെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ ആവശ്യക്കാരാണ്. അവരെല്ലാവരും തൗബ ചെയ്ത് മടങ്ങുക. തൗബ ചെയ്ത് മടങ്ങുന്നവരെയാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഫിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മുമ്പ് ചോദിച്ചതാണ്, എല്ലാം പുറത്തു തന്നിട്ടുണ്ടാവും എന്ന ആത്മവിശ്വാസമല്ല വേണ്ടത്. സഹാബത്തിനെ പോലെ ആശങ്കയാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തിന്മകളിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മയില്ലാത്തവനെ പോലെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ നല്ല ആളുകളായി ജീവിക്കാനുള്ള തീരുമാനമെടുക്കാൻ പറ്റിയ ദിവസമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർ, നാഥാ നീ അവർക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ചങ്ങാതിമാർക്കും അയൽവാസികൾക്കും ബന്ധുമിത്രാദികൾക്കും നാഥാ അവരിൽ മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരിൽ രോഗികളുണ്ട്, അല്ലാഹുവേ അവർക്ക് നീ ശിഫയും പ്രതിഫലവും നൽകണമേ. അല്ലാഹുവേ അവരിൽ ആവശ്യക്കാരുണ്ട്, അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നടപ്പിലാക്കി കൊടുക്കണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. നമ്മളുടെ മക്കളെല്ലാവരും ഷോപ്പിംഗിലൊക്കെ ഉള്ള തിരക്കിൽ, വസ്ത്രം കിട്ടിയ സന്തോഷത്തിലൊക്കെ ജീവിക്കുമ്പോൾ വസ്ത്രം വാങ്ങാനുള്ളൊരു കട പോലുമില്ലാതെ ജീവിക്കുന്ന അറബ് രാജ്യത്തെ പ്രവിശാലമായ ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയിലെ മണ്ണിൽ ജീവൻ കിട്ടിയാൽ മതി പെരുന്നാൾ ആഘോഷിക്കാൻ എന്ന് വെമ്പുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നീ അവർക്കെല്ലാ സഹായവും നൽകണമേ. അല്ലാഹുവേ എല്ലാരെക്കാളും പ്രതാപം നീ ആ പാവങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ അവർക്ക് ഏറ്റവും നല്ലത് നീ പകരം നൽകണമേ. അല്ലാഹുമ്മ അൻസുർന ലിൽ ഇഖ്വാനിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർന ലിൽ ഇഖ്വാനിൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർന ലിൽ ഇഖ്വാനിൽ മുസ്ലിമീന ഫീ ഗാസ വഫീ കുല്ലി മകാൻ. തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ വസുജൂദനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. توفنا مسلما والحقنا بالصالحين آمين برحمتك يا ارحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.